PM ശ്രീയിൽ ഒപ്പിട്ടതിൽ വീഴ്ചയെന്ന് സംബന്ധിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മന്ത്രിസഭയിലും LDFിലും ചർച്ച ചെയ്യാതെയാണ് ഒപ്പിട്ടതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതിലൊരു കാര്യം മാത്രമേ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. ആ കാര്യം ഇതാണ്: മന്ത്രിസഭ പൂർണ്ണമായ അർത്ഥത്തിലും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ആ രീതിയിലുള്ള ഒരു ചർച്ച നടത്തി തീരുമാനിച്ചിട്ടില്ല എന്നുള്ള സത്യമാണ്. അതാണ് വീഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അല്ലാണ്ട് തന്നെ പറഞ്ഞല്ലോ. വിജിൻ വായാന്തോട് ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. വിജിൻ, ആദ്യമായാണ് സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ ഒരു വീഴ്ച സമ്മതിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെ കാണുന്നത്. ഇതിന് പിന്നിൽ എന്താണ്? ജീന, അതായത് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് MV ഗോവിന്ദൻ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം അത് മന്ത്രിസഭയിലോ LDFിലോ ചർച്ച ചെയ്തിട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കിയത്. നേരത്തെയും പലതവണ ചോദിച്ചിരുന്നു, LDFിലോ ഒപ്പം തന്നെ മന്ത്രിസഭയിലോ CPM സംസ്ഥാന സമിതിയിലോ ഒക്കെ ചർച്ച ചെയ്തിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പല വിഷയങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തതെന്നൊക്കെയുള്ള മറുപടിയായിരുന്നു MV ഗോവിന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം അക്കാര്യം സമ്മതിക്കുകയാണ്. LDFിലോ ഒപ്പം തന്നെ മന്ത്രിസഭയിലോ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല, അതുകൊണ്ടാണല്ലോ പുനഃപരിശോധിച്ചത് എന്നുള്ള മറുപടിയാണ് MV ഗോവിന്ദനിൽ നിന്ന് ഉണ്ടായത്. എന്തായാലും നേരത്തെ CPയുടെ ഒക്കെ കടുത്ത വിമർശനം ഉയരാൻ കാരണം അത് മന്ത്രിസഭാ യോഗത്തിലോ ഒപ്പം തന്നെ മുന്നണിയിലോ ചർച്ച ചെയ്യാതെ തങ്ങളെയൊക്കെ ഇരുട്ടിൽ നിർത്തിയാണ് ഈ പദ്ധതിയിൽ കരാറിൽ ഒപ്പിട്ടത് എന്നുള്ളതായിരുന്നു വിമർശനം. ആ വിമർശനത്തെ തുടർന്നാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ താൽക്കാലികമായി മരവിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് മന്ത്രിസഭ എത്തുകയും ചെയ്തത്. അതിനുശേഷം നടക്കുന്ന ആദ്യമായുള്ള LDF യോഗവും അല്പസമയത്തിനകം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ LDFിലും ഉൾപ്പെടെ ഈ വിഷയത്തിൽ ചർച്ചയുണ്ടാകും. CPI നിലവിലെ വിഷയത്തിലുള്ള കടുത്ത എതിർപ്പ്, അക്കാര്യം തങ്ങളെ ആലോചിക്കാതെ നടത്തിയ തീരുമാനം, അതിലെ വിമർശനം LDFിലും ഉന്നയിക്കാനാണ് നിലവിൽ സാധ്യത. എന്തായാലും നിലവിൽ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമിതി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രിസഭയിലോ LDFിലോ വീഴ്ച പറ്റിയെന്നുള്ള തുറന്നു പറച്ചിലൂടെ നമ്മൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണേണ്ടത്? അതായത് പല രീതിയിൽ സമവായത്തിന് അദ്ദേഹം തന്നെ മുന്നിട്ടിറങ്ങിയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒടുവിൽ ഒരു സമിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, പഠിച്ചതിന് ശേഷം മാത്രം നടപ്പാക്കുമെന്ന് പറയുന്നത് മരവിപ്പിക്കാൻ ആവശ്യപ്പെടുമെന്നും ഒക്കെ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു കുറ്റസമ്മതം വീഴ്ച സംഭവിച്ചെന്ന് പറഞ്ഞത്. അത് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണ് ഇനി മറ്റു വഴികളൊന്നും ഇല്ല, അങ്ങ് സമ്മതിച്ചേക്കാമെന്നാണോ? നിലവിൽ എന്തായാലും LDFിൽ ചർച്ച ചെയ്തിട്ടില്ല എന്ന കാര്യം അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ CPയുടെ ഒരു കടുത്ത വിമർശനത്തിന് എതിർപ്പിനൊക്കെ CPM വഴങ്ങിയത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു മന്ത്രിസഭാ യോഗം, ഒരു ഉപസമിതി രൂപീകരിക്കാനും ഒപ്പം തന്നെ കരാറുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനമെടുക്കാനും ഒക്കെ കാര്യം. അതാണ് മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇതുവരെയും LDFിൽ ചർച്ച ചെയ്തെന്നോ മന്ത്രിസഭയിൽ ചർച്ച ചെയ്ത കാര്യമോ ഒന്നും ഇല്ല എന്നുള്ളത് CPM സംസ്ഥാന സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ഒന്നും സമ്മതിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ അത് സമ്മതിക്കുകയാണ്. നിലവിൽ മുന്നണിയിലോ ഒപ്പം തന്നെ മുന്നണിയിലോ മന്ത്രിസഭാ യോഗത്തിലോ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല, അതിന്റെ അംഗീകാരം ഇല്ലാതെയാണ് ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പിട്ടത് എന്ന വീഴ്ച അത് സമ്മതിക്കുകയാണ് നിലവിൽ MV ഗോവിന്ദൻ ചെയ്യുന്നത്. CPI പറഞ്ഞത് എന്താണോ അത് കൃത്യമായി ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നു എന്നുള്ളതാണ് MV ഗോവിന്ദൻ മാസ്റ്ററിന്റെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. ശരി, വിജിനാണ് വിവരങ്ങൾ നൽകുന്നത്. ഏതായാലും വീഴ്ച വന്നതുകൊണ്ടാണ് പരിശോധിച്ചത് എന്നാണ് പറയുന്നത്. വിജിൻ, ഏതായാലും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പല രീതിയിൽ അനുനയ ശ്രമം നടത്തിയിട്ടും വഴങ്ങാതെ CPI അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സമിതിയൊക്കെ രൂപീകരിച്ചത്. അപ്പോൾ ഒരു തെറ്റ് പറ്റിയത് കൊണ്ടായിരിക്കുമല്ലോ ഈ സമിതിയെ രൂപീകരിക്കുന്നതും അത് കൂടുതൽ പഠിച്ചതിന് ശേഷം മാത്രം നടപ്പാക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലൊക്കെ എത്തുന്നത്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി ഇടപെട്ടതിന് ശേഷം മാത്രമാണ് ഇതൊരു താൽക്കാലിക പരിഹാരം എന്ന രീതിയിൽ കാണാനും ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. തെരഞ്ഞെടുപ്പിനെ ഏത് തരത്തിൽ ബാധിക്കും, അല്ലെങ്കിൽ അത് ദോഷകരമായി ബാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലിലൊക്കെയാണ് ഇപ്പോൾ മുന്നണിയുള്ളത്. ജീന, അക്കാര്യത്തിൽ CPI നിലവിൽ ആ ഘട്ടത്തിൽ ഉയർത്തിയത് കടുത്ത വിമർശനം തന്നെയായിരുന്നു. കാരണം CPI 2 തവണ CPI മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഇപ്പോൾ K അനിൽകുമാർ ചേരുന്നുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാനായി. ശ്രീ K അനിൽകുമാർ, ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടിങ്ങിലാണ് PM ശ്രീയിൽ മതിയായ ചർച്ചയൊന്നും നടത്തിയിട്ടില്ല, ഒപ്പിട്ടതിൽ വീഴ്ച സംഭവിച്ചു എന്ന് ഗോവിന്ദൻ മാഷ് അങ്ങ് സമ്മതിക്കുകയാണ്. ഇതിനോട് താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? ഗോവിന്ദൻ മാഷ് അങ്ങനെ സമ്മതിച്ചായിട്ട് പത്രസമ്മേളനത്തിൽ കണ്ടില്ല. പാർട്ടി അങ്ങനെ വിലയിരുത്തിയുമില്ല. ഇന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഉണ്ടായിരുന്നു. പാർട്ടി കണ്ടൊരു കാര്യം, ഒരു വകുപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധി ഗൗരവതരവും രൂക്ഷവുമാണ്. അത് മുന്നോട്ട് പോവുക എന്ന നിലയ്ക്ക് വകുപ്പുകൾ ശരിയാവണ്ണം ആലോചിക്കേണ്ടതാണ്. ആ ആളുകളുടെ ഭാഗമായിട്ടുള്ള കുറവുകളാണ് പാർട്ടി പരിശോധിച്ചത്. ഇപ്പൊ എന്തായാലും നല്ല യോജിപ്പോടുകൂടി തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നിലയിലാണത് വന്നിട്ടുള്ളത്. കൂട്ടായി കേരളത്തിനെതിരായി കേന്ദ്രം ചെയ്യുന്ന കടന്നാക്രമണങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യം യോജിച്ച് ചെറുക്കണം എന്ന ആശയമാണ് ഇന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചത്.